ഈ ബ്രാഹ്മണ സമൂഹത്തിന്റെ അമിത ജാതിബോധം ഇവരെ വിട്ടു പോയിട്ടില്ല. അപ്പൊ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പേ ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്രാഹ്മണനായിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. എന്നെക്കാളും 3-4 വയസ്സിന് മൂത്ത ഒരാൾ. ഹെൽപ്പറായിട്ടൊക്കെ ചെയ്യുന്ന എല്ലാ പണികളും ചെയ്യും. ഞങ്ങളവിടെ ബോർഡിന്റെ വർക്കാണ്, ഇലക്ട്രിക്കലും വെൽഡിങ് എല്ലാ പണിയും ചെയ്യണം. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബ്രാഹ്മണനായിട്ടുള്ള മനുഷ്യൻ, ഇയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വരും. അപ്പോൾ ഇയാള് ഞാൻ ബ്രാഹ്മണനാണ് എന്ന് നമ്മൾ അറിയണം എന്ന തരത്തിലുള്ള വർത്തമാനം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു സമയത്ത് അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ബീഫ് കഴിക്കുമോ? ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കും. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു നോട്ടം, ബീഫ് കഴിക്കൂ? ഞാൻ പറഞ്ഞു കഴിക്കും. അപ്പോൾ ഇയാളുടെ വർത്തമാനം, ഇയാളുടെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി, ഇയാൾ എങ്ങോട്ടാണ് സംസാരിച്ച് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇയാൾ ബ്രാഹ്മണനാണല്ലോ. തീർച്ചയായിട്ടും ഈ അമിത ജാതിബോധം കൂടി ഇയാൾ എന്നെ ഉപദേശിക്കാൻ വരികയാണ്. അതായത് താനൊരു ബ്രാഹ്മണനാണെന്ന് കൂടി എന്നെ അറിയുകയും വേണം. മനസ്സിലായോ? അപ്പം എന്നോട് പറഞ്ഞു വന്നപ്പോഴേ ഇയാളുടെ റൂട്ട് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇയാളോട് ഞാൻ ചോദിച്ചു, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ബീഫ് കഴിക്കും, നിങ്ങൾ ഇത് ബീഫ് കഴിക്കുമോ? അയാൾ പറഞ്ഞു ഇല്ല ഞാൻ ബീഫ് കഴിക്കത്തില്ല, ഞാൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബീഫ് കഴിക്കത്തില്ല, പിന്നെ എന്താ കഴിക്കുന്നത്? അയാൾ പറഞ്ഞു പച്ചക്കറി, ഐ ആം പ്യുവർ വെജിറ്റേറിയൻ, ഞാൻ വെജിറ്റേറിയൻ, ഉള്ളി വെജിറ്റേറിയൻ, ഞാൻ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കത്തുള്ളൂ, ഇത് ഒരു മാംസവും ഞാൻ കഴിക്കത്തില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹെൽപ്പറാണ്, അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പച്ചക്കറി കഴിക്കുന്ന ആൾക്കാരോട് ഞാൻ അധികം അടുത്ത് നിന്ന് സഹകരിക്കാറില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എനിക്കിട്ട് വെക്കാൻ വന്ന വേലയാണ്, ഞാനത് തിരിച്ചങ്ങ് വെച്ചു. അപ്പോൾ അയാൾ പറയാൻ തുടങ്ങുകയാണ്, ഞാൻ ബീഫ് കഴിക്കുന്ന ആൾക്കാരോട് ഞാൻ അടുത്ത് നിന്ന് പോലും സംസാരിക്കത്തില്ല, എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് സഹകരിക്കത്തില്ല, നിങ്ങളൊക്കെ നീചന്മാരാണ് എന്ന് പറഞ്ഞ് അയാൾ വരുവാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു ഈ പച്ചക്കറി കഴിക്കുന്ന ആൾക്കാർക്ക് വൃത്തിയില്ല, എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടമല്ല, ഞങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞു.